Hello children, today we will do your economics chapter 1, that is development. ഈ ഡെവലപ്മെൻറ്റ് നമ്മൾ എപ്പോഴും പല പ്രാവശ്യം കേട്ട ഒരു വാക്കാണ്. ഡെവലപ്മെൻറ്റ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്മെൻറ്റ്, സം കൈൻഡ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. പക്ഷെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും സെയിം ആണോ? നമുക്കതൊന്ന് നോക്കാം. What is growth? Growth could be an increase that you can see with your eyes. Correct? For example, it could be an increase in height, അല്ലെങ്കിൽ വെയിറ്റിൽ ഇൻക്രീസ് ആവാം, ഇല്ലെങ്കിൽ നമ്പേഴ്സിന് ഇൻക്രീസ് ആവാം. അപ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഇൻക്രീസിന് വി വിൽ സേ ഇറ്റ് ഈസ് ഗ്രോത്ത്. പക്ഷെ ഡെവലപ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ്. ഇറ്റ് വിൽ ബി എ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ്. ഗ്രോത്ത് ഈസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ്. കറക്റ്റ്. ഡെവലപ്മെൻറ്റ് വന്ന ഒരു ക്വാളിറ്റേറ്റീവ്, നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഒരു ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പേഴ്സൺ ഹാസ് ഗ്രോൺ ടു 60 feet ടോൾ ഹൈറ്റ് ആൻഡ് ഹി ഈസ് ഹാവിങ് എ വെയിറ്റ് ഓഫ് 60 kg. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയും ഇത് ഗ്രോത്താണ്, അവൻ്റെ ഗ്രോത്താണ്. പക്ഷേ ഈ പേഴ്സൺ തന്നെ നല്ല എഡ്യൂക്കേഷനൊക്കെ കിട്ടി, നല്ല ഒരു ജോലിയൊക്കെ ആയി, നല്ല വീടൊക്കെ ആയി, നല്ല സുഖത്ത് ജീവിക്കുകയാണെങ്കിൽ we call that person as has developed. So this is a fine difference that you find between growth and development. അപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്ട് അത് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, ഇത് നമ്മളൊരു പുതിയ രീതിയിലാണ് പഠിക്കാൻ പോണത്, ഇൻ എ ഫോം ഓഫ് എ മൈൻഡ് മാപ്പ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ആസ് സച്ച് ഫുൾ ഇങ്ങനെ റീഡ് ചെയ്ത് പോകാൻ കുറച്ച് ബോറിംഗ് ആണല്ലേ. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് ഈസി ആക്കി തരാം. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒക്കെ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് പാറ്റേണിൽ പറഞ്ഞുതരാം. അതൊരു മൈൻഡ് മാപ്പ് പോലെ ഉണ്ടാക്കി വെച്ചാൽ നെക്സ്റ്റ് ടൈം ഒരു ടെക്സ്റ്റ് ബുക്ക് ഈ ലെസൺ ഒരു പ്രാവശ്യം റീഡ് ചെയ്ത് കഴിഞ്ഞ് എക്സാമിൻ്റെ മുന്നേ നിങ്ങൾ പ്രിപ്പയർ ആക്കുമ്പോൾ ഈ മൈൻഡ് മാപ്പ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. അപ്പോൾ ഫുൾ ടെക്സ്റ്റിലുള്ള ഫുൾ കണ്ടന്റ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. അപ്പോൾ നമുക്ക് അത് മൈൻഡ് മാപ്പിൻ്റെ രീതിയിൽ ഈ ചാപ്റ്റർ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ഉള്ളതെന്നൊന്ന് ഫസ്റ്റ് നോക്കാം. ഈ ഫുൾ ടെക്സ്റ്റ് ബുക്കിൽ ഡെവലപ്മെൻറ്റ് പറ്റിയിട്ട് ഈ 3 കോൺസെപ്റ്റ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, പിന്നെ നാഷണൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ടോപ്പിക്കിന് ഈ 3 മെയിൻ സബ് ടോപ്പിക്സ് ആയിട്ട് ഞാൻ പിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാം പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് അഗെയിൻ ബ്രാഞ്ച് ആയിട്ട് 3 സബ് ടോപ്പിക്സ് ആയിട്ട് നമുക്കുണ്ട്. അതിങ്ങനെ നിങ്ങൾ ബ്രാഞ്ചസ് ആയിട്ട് പഠിക്കേണ്ട, ഞാൻ നിങ്ങൾക്കൊരു ഓർമ്മ മാപ്പ് മാതിരി മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഇതിലൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫറെൻറ്റ് ഗോൾസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതൊന്ന് മനസ്സിലാക്കാനുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. അതിന് എന്താ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആൾക്കാരൊക്കെ വേറെ വേറെ മോഡലല്ലേ, അപ്പോൾ എല്ലാ ആൾക്കാരുടെ ഗോൾസും വേറെ വേറെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഫാർമറിനെ പറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ആ ഫാർമർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഒന്നുമില്ല, ലാൻഡ്ലെസ് ഫാർമർ. അപ്പോൾ ആ ഫാർമറിൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾ എന്തായിരിക്കും? എന്നും ജോലി കിട്ടണം, നല്ല ജോലിക്കില്ല നല്ല ഇൻകം ഓനക്ക് കിട്ടണം, ഡെയിലി വേജസ് കൂട്ടി കിട്ടണം, പിന്നെ സ്വന്തമായിട്ടൊരു ലാൻഡ് കിട്ടണം. അതൊക്കെ ആയാലും അവൻ്റെ ലൈഫിലൊരു ഡെവലപ്മെൻ്റ് ആണ്. പക്ഷെ അതേ ഗ്രാമത്തിൽ ഒരു ഭയങ്കര പൈസക്കാരനായിട്ടുള്ള ഒരു വെൽ സെറ്റിൽഡ് ഒരു ഷോപ്പിംഗ് മോളൊക്കെ ഓൺ ചെയ്യുന്ന ഒരാൾ, അവനക്ക് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇതായിരിക്കുമോ? അത് ഫാർമറുടെ ഡെവലപ്മെൻറ്റ് ഗോളിനെക്കാളും വ്യത്യാസമായിരിക്കും. അവൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾ എന്തായിരിക്കും? ഓനിപ്പോൾ എന്തോ ഭയങ്കര പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവൻ്റെ സാധനമൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റണം, അപ്പോൾ അവിടുന്ന് അവനക്ക് നല്ല ഇൻകം കിട്ടണം. അതായിരിക്കും അവൻ്റെ ഡെവലപ്മെൻറ്റൽ ഗോൾ. ഓക്കെ, അപ്പോൾ ഇനിയൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു നല്ല സിറ്റിയിലൊക്കെ വളർന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഡെവലപ്മെൻറ്റ് ഗോൾ എന്തായിരിക്കും? നല്ല ജോലി കിട്ടണം, നല്ല ജോലി, നല്ല ഹൈ പേയിങ് സാലറി ആയിരിക്കണം, എന്നിട്ട് ജോലിൻ്റെ കൂടെ കുറേ ഫെസിലിറ്റീസും കുറേ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ അവൾക്ക് കിട്ടണം, സെക്യൂരിറ്റി ഉണ്ടാവണം. അതായിരിക്കും അവളുടെ ഡെവലപ്മെൻറ്റൽ ഗോൾ. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു ആദിവാസി കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണെങ്കിലോ അവളുടെ ഡെവലപ്മെൻറ്റ് ഗോൾ എന്തായിരിക്കും? അവർക്ക് സ്വന്തമായിട്ട് പറയാൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവളുടെ ഗോളായിരിക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടാവണം, അറ്റ്ലീസ്റ്റ് റേഷൻ കാർഡിൽ പേരുണ്ടാവണം, ഒരു ആധാർ കാർഡെങ്കിലും ഉണ്ടാവണം. അതൊക്കെ ആയിരിക്കും അവളുടെ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കോൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്? ഡിഫറെൻറ്റ് പീപ്പിൾ, ദർ ആർ ഡിഫറെൻറ്റ് ഗോൾസ്.
കറക്റ്റ്. ഇനി അത് നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഡിഫറെൻറ്റ് പീപ്പിൾ കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്. ഇത് രണ്ടും കേൾക്കുമ്പോൾ സിമിലർ ആയിട്ടുണ്ടല്ലേ, പക്ഷെ അതിൽ ഭയങ്കര ഒരു വ്യത്യാസമാണ്. ചിലപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് അതിൽ ഒരാളുടെ ഡെവലപ്മെൻറ്റ് ഗോൾ മറ്റാൾക്ക് ബാധിക്കുന്നില്ല, അവർക്ക് ദേ ആർ ഇൻഡിഫറെൻറ്റ്, അത് അവർക്കൊരു മാറ്ററേ ഇല്ല. പക്ഷെ ചില കേസസിൽ എന്താവും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾസ് അടുത്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് ബാധിക്കും. ദാറ്റ് വിൽ ബി കോൺഫ്ലിക്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ ഡെവലപ്മെൻറ്റ് ഗോൾ എന്തായിരിക്കും? ഓളുടെ ബ്രദറിൻ്റെ മാതിരി ഓൾക്ക് ഫാമിലിയിൽ ഒരു സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടാവണം, ഓൾ ചെയ്യുന്ന ജോലിയൊക്കെ ഓളെ ബ്രദറും ചെയ്യണമെന്ന് ഓൾ വിചാരിച്ചോലേ. അത് നമ്മൾ കുറേ സിസ്റ്റേഴ്സ് ബ്രദറിനോട് പറഞ്ഞൂടെ, എന്താ എനിക്ക് അടിച്ചു വാരിയാൽ, എന്താ എനിക്ക് പാത്രം കഴുകിക്കൂടെ എന്നൊക്കെ ഓള് പറയൂല്ലേ. അത് ഓളുടെ ഒരു ഡെവലപ്മെൻറ്റ് ഗോളാണ്. ഓൾക്ക് ഫാമിലിയിൽ ബ്രദറിൻ്റെ മാതിരി സ്റ്റേറ്റസ് കിട്ടണമെന്ന് ഓളുടെ ഡെവലപ്മെൻറ്റ് ഗോളാണ്. പക്ഷെ അതന്നെ നിങ്ങൾ ആ ബ്രദറിനോട് ചോദിച്ചു നോക്കൂ, അവർക്ക് അത് അത്ര രസിക്കോ? അത് അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നൂലല്ലോ. അത് അവർക്ക് ഒരു കോൺഫ്ലിക്റ്റിംഗ് ഗോളായി മാറും. അവളുടെ ഗോൾ ഇവർക്ക് കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഐ ഗിവ് യു ബെറ്റർ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഡാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു റിവർ സൈഡിലുള്ള ഡാമൊക്കെ ഉണ്ടാക്കുക, റിവറിൻ്റെ മേലെ. അപ്പോൾ ഈ ഡാം ഉണ്ടാക്കിയാൽ എന്തൊക്കെ പ്രയോജനമുണ്ട്? ഒരു ടൂറിസ്റ്റ് സെൻറ്ററായി മാറും, പിന്നെ നല്ല ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സിറ്റിയിലുള്ള ഇൻഡസ്ട്രിയലിസ്റ്റിലൊക്കെ ഭയങ്കര നല്ല ഡെവലപ്മെൻറ്റ് ഗോളായിട്ടുണ്ടാവും. ബിക്കോസ് ദേ വിൽ ഗെറ്റ് ഗുഡ് amount of electricity and better life income they will get out of it. For them it will be a beneficial goal. പക്ഷെ അതേ സ്ഥാനത്ത് ഈ ഡാം കെട്ടുമ്പം ആ പ്രദേശത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് താമസിപ്പിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ലാൻഡ്, ഭൂമി നഷ്ടപ്പെടും, അവരുടെ വീട് നഷ്ടപ്പെടും, അവരുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അത് അവർക്ക് ഈ ഡെവലപ്മെൻറ്റ് ഗോൾ അത്ര അവർക്കത് രസിക്കില്ല. അപ്പോൾ വി സേ സംടൈംസ് വാട്ട് ഹാപ്പൻസ്, വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് ഫോർ വൺ person may be conflicting for the other person. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? goals are different for each person and sometimes it happens that one person's goal may be conflicting to the other person. അപ്പോൾ ഇത് രണ്ട് പ്രിൻസിപ്പിളായി ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട്. ഇനിയൊന്ന് കാര്യം നമുക്ക് അറിയാനുള്ളത്, ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഗോൾസ് ഒരു മിക്സഡ് ഗോൾസ് ഉണ്ടാവുക. എല്ലാവർക്കും ഒരേമാതിരി ഗോൾസ് ഉണ്ടാവില്ല, അതൊരു മിക്സഡ് ഗോൾസ് ഉണ്ടാവുക. അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. Mixed goals again branch out into two, that is material goals and non-material goals. ഈ material goalsൽ എന്തൊക്കെ ഉൾപ്പെടും? all the property, money, etc. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഡെവലപ്മെൻറ്റ് ഗോളിൽ മെറ്റീരിയൽ ഗോൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? അവർക്ക് എന്തായാലും ആരായാലും ബെറ്റർ ഇൻകം ഇസ് എ ഡെവലപ്മെൻറ്റ് ഗോൾ. ഓക്കെ. അപ്പം അതിൽ ഉൾപ്പെടുന്നത് മണി, പ്രോപ്പർട്ടി, എക്സെട്ര. നോൺ മെറ്റീരിയൽ ഗോൾസിൽ എന്തൊക്കെ പെടും? റെസ്പെക്റ്റ്, ഈക്വാലിറ്റി, ഫ്രീഡം. അത് പൈസ കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളല്ല, അതൊക്കെ നോൺ മെറ്റീരിയൽ ഗോൾസിൽ ഉൾപ്പെടും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു പേഴ്സണിന് 2 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വൺ ജോബ് ഈസ് ഓഫറിങ് ഹിം ₹50,000 per month and it is also offering him residential allowance and all that, but then work hour is 12 hours a day and he has to live alone in that place. He cannot take his family there. പിന്നെ വേറെ അവനക്ക് ജോബ് സെക്യൂരിറ്റി ഒന്നുമില്ല, എന്ന് വേണമെങ്കിലും ആ ജോബ് നഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടായേക്കാം. അപ്പോൾ അത് ഒരു കേസ്. സെക്കൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ, ഹീ ഈസ് ഏർണിംഗ് ഓൺലി ₹30,000 per month, ബട്ട് ദെൻ ഓൻ്റെ വർക്ക് പ്ലേസ് ഓൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഓനക്ക് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ വരാം. And then he is having Saturday, Sunday off. And then he is having job security that nobody will just one fine day remove him from the job. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് ഉണ്ടാവുമ്പം ഗോൾസും ഡിഫർ ആവും. നമ്മൾ ഇൻകമിനെ മാത്രം നോക്കൂല, നമ്മളെ ഫ്രീഡമിനെയും നമ്മളെ ടൈമിനെയും പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ചില പീപ്പിൾ വിൽ ഓപ്റ്റ് ഫോർ ദ സെക്കൻഡ് ജോബ് ഓഫർ. കറക്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഡെവലപ്മെന്റൽ ഗോൾസ് ആർ യൂഷ്വലി മിക്സഡ് ഗോൾസ്. യു കനോട്ട് സ്റ്റാൻഡർഡൈസ് ദാറ്റ് സച്ച് ആൻഡ് സച്ച് പേഴ്സൺ ഷുഡ് ഹാവ് സച്ച് ആൻഡ് സച്ച് ഗോൾസ്. അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ഇറ്റ് വിൽ ചേഞ്ച്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിച്ചത്, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. ഇപ്പോൾ നിങ്ങൾ മൈൻഡ് മാപ്പ് റെഡി ആയോ? ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 3-4 pages ഓഫ് എ ടെക്സ്റ്റ് ബുക്ക് വി കവേർഡ് വിത്ത് ഇൻ ദിസ് ടൈം. അപ്പോൾ ഇതിൽ എന്താ നമ്മൾ നോക്കിയത്? ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം പഠിച്ച്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. പിന്നെ അതിൽ വരുന്ന 3 ടൈപ്സ് നമ്മൾ പഠിച്ച്.
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റിൻ്റെ അടുത്ത ടോപ്പിക്, ദാറ്റ് ഈസ് നാഷണൽ ഡെവലപ്മെൻറ്റ്. സോ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ഡെവലപ്മെൻറ്റ്, ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഇനി ആസ് എ നേഷൻ, ആസ് എ ഹോൾ, what are we talking about when we say development of a nation, that is national development. അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടല്ലോ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ഒരു നേഷൻ ഡെവലപ്ഡ് ആണോ, ഡെവലപ്പിംഗ് ആണോ, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ട വാക്കുകളാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഇസ് എ ഡെവലപ്പിംഗ് കൺട്രി, അമേരിക്ക ഇസ് എ ഡെവലപ്ഡ് കൺട്രി, അതൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം കേട്ടതാണല്ലോ. അപ്പോൾ അത് ആരാ തീരുമാനിക്കുന്ന? എല്ലാവരും ഗോൾസ് വേറെ വേറെ ആണെങ്കിൽ ആരാ അത് തീരുമാനിക്കുന്ന ഈ കൺട്രി എത്ര ഡെവലപ്പായിന്ന്? ഹൂ ഈസ് ഡിസൈഡിങ്? അപ്പോൾ അത് ഡിസൈഡ് ചെയ്യാൻ ചില പാരാമീറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന പാരാമീറ്റർ ആണ് ഇൻകം. ദാറ്റ് ഈസ് ഒബ്വിയസ്, correct? The country which is having more income, we'll say it is better and developed than the other country when we are comparing. അപ്പോൾ ഈ ഇൻകം, ഒരു കൺട്രീൻ്റെ ഇൻകം പറഞ്ഞാൽ എന്താണ്? ഈ കൺട്രിയിൽ എത്ര സിറ്റിസൻസ് ഉണ്ട്, അവരുടെ എല്ലാവരുടെ ഇൻകം കൂട്ടിയിട്ട് ടോട്ടൽ എത്ര ഉണ്ട്, അതാണ് ആ കൺട്രീൻ്റെ ഇൻകം ഉണ്ടാവുക. കറക്റ്റ്? അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് പ്രോബ്ലം വരുമല്ലോ. അപ്പോൾ ചില കൺട്രി, ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക ഒക്കെ എത്ര ചെറുതാണ്, അപ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യൻ്റെ പോപ്പുലേഷൻ്റെ കൂടെ കമ്പയർ ചെയ്താൽ ഇന്ത്യൻ്റെ ടോട്ടൽ പീപ്പിൾ എത്ര ഇൻകം ഉണ്ട്, ശ്രീലങ്കൻ്റെ ടോട്ടൽ പീപ്പിൾ എത്ര ഇൻകം ഉണ്ട്, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ what we should do, we should go for a better option, that is per capita income or average income. ഈ ആവറേജ് ഇൻകം എന്ന് പറയാം പെർ ക്യാപിറ്റ ഇൻകം. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ഇൻകം? ആവറേജ് ഇൻകം മീൻസ് ഈ കൺട്രിയിലെ എല്ലാ സിറ്റിസൻസിന് എത്ര പൈസ ഇൻകം ഉണ്ടെന്ന് കൂട്ടിയിട്ട് you add them all up and divide it by the number of citizens. For example, if you have a country where there are say 10 citizens, you find out the income of all the 10 citizens, you calculate them. So maybe if each finally you get a 1 lakh figure, then you divide it by 10, total number of citizens, so divide it by 10. That will give you the per capita income. Correct? On the basis of this per capita income, again we see how further we can divide the countries into rich country and poor country. Okay, now according to the World Bank report, the rich country, the parameters given is they should have a per capita income of more than $12616, that is 12,616 per annum. Per annum means in 1 year. In 1 year they should have more than $12,616. So if this is their income, this is the case of their income, then we'll call them rich country, or we can also call them developed country. But except some Middle East countries, we call all rich countries as developed countries. We'll see more about which countries we call developed countries in the next section. But here now you just remember those who are having such high income, such countries we'll call them rich countries. And what about poor countries? The countries which earn less than $1035, that is 1035. Such countries we call it as poor country. They are earning that much money in 1 year, $1035 US dollars in 1 year. Now when we talk about India, we know that according to the 2012 census, okay, this value is given according to 2012 census, which is given in your text. It might vary for the present times. According to this 2012 census, India had US dollar 1530 per annum. So it is a little bit more than a poor country. So we cannot categorize India into a poor country. We categorize it into a low middle class country. We categorize India into a low middle class country. So this is how on the basis of income you can determine national development. Okay. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പം ഒരു വലിയ പ്രശ്നമുണ്ട്. What is the problem? What is the limitation with this per capita income? Is that limitation is it does not tell how income is distributed among the people. Information namakku kittanilla. Just see this table that is there in your textbook, page number 9. This table shows a comparison of two countries, country A and country B, and they are showing monthly income of citizen in rupees. Okay, the average column is left blank.
correct. Now when you calculate average, how will you calculate? The total amount you have to calculate, the first reading, second reading, third reading, fourth reading, fifth reading, you have to add up, and finally what you get, that you divide by 5, because there are 5 readings, correct. So average you will come up to 10,000 in both the cases. Country A also 10,000, country B also 10,000. But do you see the difference? In country A, almost all people are earning almost 10,000 rupees. But in country B, there is such difference. Some people are earning 500 and others are earning so high. So there are so poor people and so rich people. Correct. So in country B, you cannot call it a developed country because there is so much variation in the income of people. In country A, we can say, okay, good country, everybody is getting equal income. So this difference cannot be explained with the help of per capita income. Okay, this is a nice picture also shown in your text in this page, where you have these chairs, and in the first country, they all made the chair and they are all using it. In the second country, the chairs are made, but those who made it have to share, and one person took it all away. So it's a good illustration shown in your textbook, that how this per capita income is not a very good parameter that can tell you about a national development. Okay, so to understand national development, the first parameter that we study is per capita income. There are some more parameters. These are that IMR, LR, NAR, LE, HDI, etc. Okay, let us see one by one. IMR means infant mortality rate. Infant mortality rate indicates the number of children that die before the age of 1 year as a proportion of 100 live children born in that particular year. Okay, means ഒരു വർഷത്തിൽ 100 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അതിൽ എത്ര കുട്ടികളാണ് ഒരു വർഷം ആവുന്നതിന് മുന്നേ മരിക്കുന്നത്. So that ഇതിൻ്റെ percentage that will show you the infant mortality rate. ഒരു വയസ്സും കൂടി കഴിയാതെ മരിക്കുന്ന കുട്ടികൾ എത്രണ്ണമുണ്ട്. That will be your IMR. Literacy rate, LR. It is the measures the proportion of literate population in the 7 and above age group. ഈ given populationൽ എത്ര percentage ആൾക്കാർ are 7 years above ഉള്ള populationൽ എത്ര ആൾക്കാർക്ക് വായിക്കാൻ ഭയങ്കര പഠിപ്പ് എന്നല്ല നോക്കണേ, വായിക്കാനും എഴുതാനും അറിയാം. That is literacy. Okay, literacy means you know to read and write. That is literacy. So literacy, LR is literacy rate. NAR is net attendance ratio. That is the total number of children of age group 14 and 15 years attending school as a percentage of total number of children in the same age group. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ എത്ര കുട്ടികൾ are able to go to school. Finally it means that how many children of that age group are able to go to school means they are continuously attending school. Because of some other reason, many of them have to drop out from schools. അപ്പോൾ അത് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ these are all the parameters. ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. കൺട്രീസിനെ തമ്മിൽ we can compare which country is more developed and all. That comparison is very nicely shown in your text in page number 10 with this table here. In this table they are showing you 3 states of India, that is Maharashtra, Kerala, Bihar. ഇതിൽ 3 സ്റ്റേറ്റ്സിൻ്റെ per capita income തന്നിട്ടുണ്ട്. So when you compare it is obvious മഹാരാഷ്ട്രൻ്റെ ഏറ്റവും കൂടുതലാണെന്ന്. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്ത പാരാമീറ്റേഴ്സ് നോക്കാമെന്ന് വിചാരിച്ചോളി. ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ കേരള is the best. There is only 12 infant children who die in in a given group of 1,000 babies, only 12 of them die. It's so much better. Same way, literacy rate, Kerala is best again, 94%. Net attendance ratio, again Kerala shows the best, that is 78%. So ingane idokka nokkumbom definitely Kerala seems to be more developed than the rest of the 2 states, that is Maharashtra and Bihar. ഇനി ചില പാരാമീറ്റേഴ്സും ഉണ്ട്, ലൈക്ക് യു ഹാവ് യുവർ ബോഡി മാസ് ഇൻഡെക്സ്. Body mass index we have studied in science. What is it? It is used for finding undernourishment in adults. It can be used for finding undernourishment in adults. Now, for that, how do you find? First, you take the weight of that person and divide it by the square of the height. If it is more than 25, the answer that you get, that is called BMI. If it is more than 25, the person is obese. And if it is less than 18.5, we say the person is undernourished. അപ്പോൾ ഈ BMI ഒരു പാരാമീറ്ററാണ്, ഒരു കൺട്രീൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കാനുള്ള ഒരു പാരാമീറ്ററാണ് BMI. ഇനി പാരാമീറ്റർ തന്നിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 13 ടേബിളിലാണ്, ഇൻ വിച്ച് ഇറ്റ് സേസ് HDI.
HDI is what? Human Development Index. അപ്പോൾ അതും പിന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി, that is at birth, it is the average expected length of life of a person at the time of birth. So these are all parameters which help you to understand how much a country is developed or developing. Just take the table here. From the table you can make out Sri Lanka, when you compare it with India. See, life expectancy is so more. It's at 74.3%. It's such a small country, but life expectancy is so high. So definitely it is a better development there. Say all the countries, if you go through the table, you can compare. So these are the parameters which you use to compare national development. So it is the World Bank. World Bank ആണ് കൺട്രീൻ്റെ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുക whether the country is rich or poor. Okay, but this UNDP, what it does, it looks for this all other parameters like your life expectancy, പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതൊക്കെ നോക്കിയിട്ടാണ് കൺട്രീനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിന് കൂടെ ഇനിയൊരു പാരാമീറ്റർ കൂടി ഉണ്ട് ദാറ്റ് ഇൻഫ്ലുവൻസസ് യുവർ national development, that is your public facilities. ഈ പബ്ലിക് ഫെസിലിറ്റീസ് എന്താണ്? ഇപ്പോൾ ഇത് നല്ല ഒരു ടോപ്പിക്, ഒരു സെൻറ്റൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. ആക്ച്വലി ഫോർ മെനി ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ലൈഫ്, ദ ബെസ്റ്റ് വേ, ഓൾസോ ദ ചീപ്പസ്റ്റ് വേ, ഇസ് ടു പ്രൊവൈഡ് തിങ്സ്, ഗൂഡ്സ് ആൻഡ് സർവീസസ് കളക്റ്റീവ്ലി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഗൂഡ്സോ സർവീസസോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരാൾക്കാർക്ക് വേറെ കൊടുക്കുന്ന നേരം എല്ലാവർക്കും പാടെ ഒരു സർവീസ് അങ്ങനെ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ബെറ്റർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോളനി ആണെങ്കിൽ ഇപ്പോൾ ഓരോ വീടിനും ഓരോ വാച്ച്മാൻ വെക്കുന്ന നേരം ഈ ഫുൾ കോളനിക്കിൻ്റെ എൻട്രൻസിൽ ഒരു വാച്ച്മാൻ ഉണ്ടാവുന്നതല്ലേ ബെറ്റർ? സോ ദിസ് ഈസ് കോൾഡ് ആസ് എ പബ്ലിക് സർവീസ്. ഫോർ മെനി പീപ്പിൾ വൺ സർവീസ്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് സ്കൂൾസ്. കറക്റ്റ്. ഇപ്പോൾ ഗവൺമെൻറ് വന്ന് സ്കൂൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് എല്ലാവർക്കും കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ കഴിയുന്നത്. ഇപ്പം ഇവിടെ ഒരു സ്കൂളില്ല, ഞാൻ മാത്രം വിചാരിക്കുന്നു എൻ്റെ കുട്ടീനെ സ്കൂളിൽ വിടണമെന്ന്, പക്ഷെ സ്കൂളില്ല. എൻ്റെ പോലെ കുറേ പേരൻസ് ഉണ്ടാവണം കുട്ടികളെ സ്കൂളിൽ വിടാൻ തയ്യാറാവണം, എന്നാലേ അവിടെ ഒരു സ്കൂൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫോർ എ കളക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദ സർവീസ് ഗിവൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് പബ്ലിക് ഫെസിലിറ്റീസ്. ഇപ്പോൾ നിങ്ങൾ കേരളയിൽ നോക്കുകയാണെങ്കിൽ വി സേ കേരള ഹാസ് എ വെരി ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അതിൻ്റെ കാരണം എന്താ? ഇവിടെ ഗുഡ് ഹെൽത്ത് സർവീസസ് ഉണ്ട്, നൈസ് ഫെസിലിറ്റീസ്, ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ ഗുഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും കേരളൻ്റെ ലിറ്ററസി റേറ്റ് കൂടുതലാവാൻ കാരണം. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, കേരളൻ്റെ PDS ഇസ് വെരി ഗുഡ്, ദാറ്റ് ഈസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമിൻ്റെ അർത്ഥം എന്താണ്? ഈ റേഷൻ പീഡിയ ഒക്കെ ഉണ്ടാവില്ലേ, ദാറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് എ സർവീസ് ഫോർ ദ പീപ്പിൾ. സോ ദീസ് ആർ ദ പബ്ലിക് ഫെസിലിറ്റീസ്. അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പ്സ് ഓഫ് പാരാമീറ്റേഴ്സ് ഇൻഫ്ലുവൻസ് ദ നാഷണൽ ഡെവലപ്മെന്റ്. സോ വി ഫിനിഷ്ഡ് ദ സെക്കൻഡ് പോർഷൻ ഓഫ് യുവർ ചാപ്റ്റർ. ലാസ്റ്റ് പാർട്ട് അബൌട്ട് ഡെവലപ്മെന്റ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി ഈസ് യുവർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കുമ്പം എനി ഡെവലപ്മെന്റ് ദറ്റ് യു നീഡ് ദാറ്റ് ഹാപ്പൻസ് ഓൺലി വിത്ത് റിസോഴ്സസ്. കറക്റ്റ്. റിസോഴ്സസ് ഉണ്ടായാലേ ഡെവലപ്മെന്റ് ആവാൻ കഴിയുള്ളൂ. ഈ റിസോഴ്സസ് 2 ടൈപ്സ് ആണ് നമ്മൾ കുറേ കാലമായിട്ട് പഠിക്കേണ്ടത്. റിന്യൂവബിൾ റിസോഴ്സ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ്. റിന്യൂവബിൾ റിസോഴ്സ് ഇസ് സംതിങ് വിച്ച് ഇസ് naturally there, which forms again, it does not finish and all. And then non renewable resource is what? It will finish when you use it. It cannot be renewed again and again. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ നമ്മളൊരു ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്തിരിക്കും. കറക്റ്റ്. അപ്പോൾ ഈ റിസോഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ റിസോഴ്സ് തീരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിച്ച് ഈ റിസോഴ്സിനെ സീറോ ആക്കി തീർക്കരുത്. നമ്മൾ എപ്പോഴും ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെ റിസോഴ്സസ് നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വി ഹാവ് ടു സേവ്. ഓക്കെ, വി ഹാവ് ടു സേവ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ഡെവലപ്മെൻറ്റ് എപ്പോഴും എങ്ങനെ ആവണം? സസ്റ്റൈനബിൾ ആവണം. അതിൻ്റെ അർത്ഥം എന്താണ്? Development that meets the needs of the present without compromising the ability of the future. That is called sustainable development. Okay. Sustainable development means it will promise that for tomorrow it is going to take care of, and today also it will not നാളത്തേക്കില്ല വിചാരിച്ച് ഇന്ന് ഡെവലപ്മെന്റ് നടക്കാതെ നിൽക്കുക, അതും പറ്റൂല. ഇനിയും ഡെവലപ്മെന്റ് വേണം, പക്ഷെ നാളത്തെ പറ്റി, ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുകയും വേണം. സോ ദിസ് വാസ് അബൌട്ട് യുവർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ദിസ് ഇസ് ദ സ്മോളസ്റ്റ് ലാസ്റ്റ് പോർഷൻ ഓഫ് യുവർ ചാപ്റ്റർ. ദിസ് ഇസ് ദ എൻറ്റയർ മൈൻഡ് മാപ്പ്. ഓക്കെ, ഇത് ഇപ്പോൾ നിങ്ങൾ ഈ ലെസൺ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഈ മൈൻഡ് മാപ്പ് ഗോ ത്രൂ ചെയ്താൽ മതി. ഒരു പ്രാവശ്യം ടെക്സ്റ്റും റീഡ് ചെയ്യണം.
എന്നിട്ട് ഇത് ഫുൾ ഇനി നിങ്ങൾ എക്സാമിന് മുന്നേ ഈ മൈൻഡ് മാപ്പ് ഗോ ത്രൂ ചെയ്താൽ മതി. യു വിൽ നോ വാട്ട് ദ ചാപ്റ്റർ ഈസ് ആൻഡ് യു വിൽ ഫിനിഷ് യുവർ റിവിഷൻ ഫാസ്റ്റ്. ഓക്കെ, ഇനിയൊരു കമൻറ്റ് എനിക്ക് പറയാനുള്ളത്, ഇത് സെയിം വീഡിയോ ഐ എം ഡൂയിങ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത്, ഇനി അടുത്ത ആ വീഡിയോയിൽ ഞാൻ തീരെ മലയാളം യൂസ് ചെയ്യില്ല. ഇപ്പോൾ മലയാളത്തിൽ കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. ബട്ട് ഫൈനലി യു ഹാവ് ടു ഗോ ടു റൈറ്റ് ദ എക്സാം ഇൻ ഇംഗ്ലീഷിനോ. അപ്പോൾ അത് നിങ്ങൾ ഇംഗ്ലീഷിലും കേൾക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാനുള്ള പോയിന്റ്സ് കിട്ടുള്ളൂ. ഇംഗ്ലീഷ് ഇഫ് യു ലിസൺ മോർ ഇറ്റ് വിൽ യു വിൽ റിമെമ്പർ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അതർവൈസ് നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ മലയാളത്തിൽ റിമെമ്പർ ചെയ്യുക. പിന്നെ എഴുതുമ്പം അത് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് യു വിൽ മിസ് ദോസ് പോയിന്റ്സ്. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ വെരി ഗുഡ് ഐഡിയ. ആൻഡ് സെക്കൻഡ്ലി, നിങ്ങൾ ഇംഗ്ലീഷും കണ്ട എൻ്റെ ചാനലിൻ്റെ വ്യൂവർഷിപ്പും കൂടും. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് ചെയ്തു തരണേ. ഓക്കെ, ഹോപ്പ് യു എൻജോയ്ഡ് ദ ലെസൺ.